വെൽക്കം ടു ഷോഫ ശ്രീജി കുട്ടാൻ വ്ളോഗ്സ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു കറി അങ്ങ് വെക്കാൻ വെച്ച് കേട്ടോ. അപ്പോൾ ഇത് പുട്ടിനും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നമുക്ക് അടിപൊളി ടേസ്റ്റിയുള്ളൊരു കറിയാണ്. ഇത് രാജ്മ പയറാണ്. അപ്പോൾ ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പയറപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് ചുവന്നുള്ളി കീറിയത് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇത് ചെറിയ 2 തക്കാളി അരിഞ്ഞതാണ്, അതുകൂടി അങ്ങ് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഇനി നമുക്ക് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഒരു 5 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചതിന് ശേഷം നമുക്ക് ഇനി അടുത്ത ചേരുവകൾ ചേർത്ത് കറി വയ്ക്കാം. കുറച്ച് കറുകപ്പട്ട, 2-3 ഏലക്കാട കുരു. ഇത് നമുക്ക് വൃത്തിയായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ പയർ വെന്തിരിപ്പുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഗരം മസാല ഇട്ട് കൊടുത്തിട്ടില്ല, അതുകൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അത് വരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കറി നമ്മൾ ഓഫാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. ഒന്ന് അടച്ചു കൊടുക്കാം. എന്നിപ്പോൾ നമ്മുടെ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങും. പുട്ടുണ്ടാക്കാൻ നമ്മൾ കുക്കറിനകത്ത് വെള്ളമൊക്കെ വെച്ച് കൊടുത്തു, ആദ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കി കൊടുക്കാം. നമ്മുടെ അരിപ്പൊട്ടാണിത്. ഓക്കെ, നമ്മുടെ പുട്ടെടുക്കാം. പുട്ടിന് ആവി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ പുട്ടും രാജ്മ പയർ കറിയും കഴിക്കാൻ പോവുകയാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.